महाभारतं महाभारतं यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्य परित्राणाय साधूनां विनाशाय च दुष्कृतां धर्मसंस्थापनार्थाय സംഭവാമി യുഗേ യുഗേ. പാണ്ഡവർ കാമ്യക വനത്തിൽ നിന്ന് ദ്വൈതവനത്തിലേക്ക് പോയി എന്നാണ് വിദുരർ പറഞ്ഞത്. എന്നാൽ അങ്ങനെ പോകുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ ആ കാമ്യക വനത്തിൽ വെച്ച് തന്നെ സംഭവിച്ചിരുന്നു. അതായത് ഇവരുടെ ഈ വൃത്താന്തമറിഞ്ഞ് ഭഗവാൻ ആദ്യമായിട്ട് വനത്തിലെത്തുന്നത് ഇപ്പോഴാണ്. ഭഗവാൻ മാത്രമല്ല, ഭഗവാന്റെ ബന്ധുക്കളായിട്ടുള്ള ഭോജന്മാരും വൃഷ്ണികളും അന്ധകന്മാരും ഇവരെല്ലാവരും കൂടെ ഭഗവാന്റെ നേതൃത്വത്തിൽ അവിടെ വരികയാണ്. ഒപ്പം തന്നെ പാഞ്ചാലപുത്രന്മാർ, ദ്രൗപദിയുടെ സഹോദരന്മാർ, ചേതി രാജാവായ ധൃഷ്ടകേതു, പിന്നെ പ്രസിദ്ധ വീരന്മാരായ 5 കേകയ രാജാക്കന്മാർ, ഇവരെല്ലാവരും സഹിക്കവയ്യാത്ത ക്രോധത്തോടെ കാട്ടിലെത്തി. എന്നിട്ട് യുധിഷ്ഠിരനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ ഇനി എന്താണ് വേണ്ടത്, അങ്ങ് ആജ്ഞാപിക്കുക. ഇവരെല്ലാവരും ധാർത്തരാഷ്ട്രന്മാരെ അധിക്ഷേപിച്ച് സംസാരിച്ചു. അങ്ങനെ വാസുദേവനെ നേതാവാക്കി എല്ലാ ക്ഷത്രിയ വീരന്മാരും ധർമ്മപുത്രന്റെ ചുറ്റും ചെന്നിരുന്നു. ഈ സമയത്ത് വിഷണ്ണനായ കൃഷ്ണൻ പറയുകയാണ്, ദുര്യോധനന്റെയും കർണന്റെയും ദുഷ്ടനായ ശകുനിയുടെയും ദുശാസനന്റെയും ചോര ഭൂമിദേവി കുടിക്കും. ഇവരെയും ഇവരുടെ കൂടെ കൂടുന്ന സകല രാജാക്കന്മാരെയും കൊന്ന് നാം ധർമ്മപുത്രനെ അഭിഷേകം ചെയ്യുക. ചതിക്കുന്നവനെ കൊല്ലണം എന്നുള്ളത് ശാശ്വതമായ ധർമ്മമാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ അങ്ങനെ കത്തിജ്വലിക്കുകയാണ്. സാധാരണ ഭഗവാൻ പൊതുവെ ശാന്തനായിട്ടാണ് സംസാരിക്കുക. എന്നാൽ ആദ്യമായിട്ട് ഇങ്ങനെ ക്രുദ്ധനായിട്ട് സംസാരിച്ച് കണ്ടപ്പോൾ അർജുനൻ ഭഗവാനെ ശാന്തനാക്കുകയാണ്. അതേസമയം കൃഷ്ണനെ ക്രുദ്ധനായി കണ്ടപ്പോൾ മുജ്ജന്മത്തിലെ സ്മരണകൾ അർജുനനുണ്ടായി. സാക്ഷാൽ നരസിംഹാവതാരമായിട്ട് വന്ന അതേ മഹാവിഷ്ണു തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് എന്ന ആ ഒരു തിരിച്ചറിവ് അർജുനനാണ് ഉണ്ടായത്. അങ്ങനെ ഒരു തിരിച്ചറിവിൽ അർജുനൻ ഭഗവാനെ സ്തുതിക്കുന്ന ഒരു ഗംഭീരമായ സ്തുതി ഇവിടെയുണ്ട്. ഈ ഒരു സ്തുതിയിൽ ഇങ്ങനെ പറയുന്നു, അല്ലയോ വാർഷ്ണേയ, യുഗാരംഭത്തിൽ ഭവാന്റെ നാഭീപത്മത്തിൽ നിന്ന് ജനിച്ച ചരാചര ഗുരുവായ ബ്രഹ്മാവിൻ്റെതാണല്ലോ ഈ ജഗത്ത്. അവനെ കൊല്ലുവാൻ ഒരുങ്ങിയ മധുകൈടഭന്മാരുടെ അക്രമം കണ്ട് ഹരേ ഭവാൻ കോപിച്ചപ്പോൾ ഭവാന്റെ നെറ്റിമേൽ നിന്ന് മുക്കണ്ണനായ ശംഭു ശൂലപാണിയായി ഉദ്ഭവിച്ചു. ഇപ്രകാരം എല്ലാ ദേവവരന്മാരും ഭവാന്റെ മെയ്യിൽ നിന്ന് ഉദ്ഭവിച്ചവരാണല്ലോ. ഇങ്ങനെ ഭഗവാനെ സ്തുതിച്ചപ്പോൾ ഭഗവാൻ ഒന്ന് ശാന്തനായി. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ അർജുനനോട് പറയുകയാണ്, ഹേ അർജുന, നീ എന്റെയാണ്, ഞാൻ നിന്റെയാണ്, എന്റേതെല്ലാം നിന്റേതുമാണ്. നിന്റെ വൈരി എന്റെ വൈരിയാണ്, നിന്റെ ഇഷ്ടം എന്റെയും ഇഷ്ടമാണ്. ഹേ ദുർധർഷ, നീ നരനാണ്, ഞാൻ നാരായണനായ ഹരിയാണ്. നരനാരായണ ഋഷികളായ നാം ഈ ഭൂമിയിൽ ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ ജനിച്ചിരിക്കുകയാണ്. നീ എന്നിൽ നിന്ന് അന്യനല്ല, നിന്നിൽ നിന്ന് ഞാനും അന്യനല്ല. നമുക്ക് രണ്ടുപേർക്കും അന്തരം കാണുവാൻ കഴിയുന്നതല്ല അർജുന. ഇങ്ങനെ ഭഗവാൻ പറഞ്ഞപ്പോൾ ധൃഷ്ടദ്യുമ്നൻ തുടങ്ങിയ സോദരന്മാരോട് കൂടെ ഇരിക്കുന്ന ദ്രൗപദിക്ക് പക്ഷേ ഇതൊന്നും അങ്ങോട്ട് രസിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഇവരൊക്കെ ഇവിടെ ഇവരുടെ വീരവാദങ്ങൾ മുഴക്കുന്നു, വീരപരാക്രമങ്ങൾ ചെയ്യാമെന്ന് പറയുന്നു. പക്ഷെ ദ്രൗപദി ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഇതാണ്, ഇത്രയും വീരശൂരപരാക്രമികളായ ഭർത്താക്കന്മാർ ഉണ്ടായിട്ടും എനിക്കെന്തേ കൃഷ്ണ ഇങ്ങനെ ഒരു അനുഭവം വന്നത്?
അത് മാത്രമല്ല, ഈ ഒരു ഭാഗം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു സംശയം, അവിടെ ഭഗവാൻ സഭയിൽ വന്ന് വസ്ത്രം കൊടുത്തത് അല്ലെങ്കിൽ വസ്ത്രരൂപത്തിൽ അവതരിച്ചത് പാഞ്ചാലി പോലും അറിഞ്ഞിട്ടില്ല എന്നാണ്. ഇത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നാം. അപ്പോൾ ഇവിടെ ദ്രൗപദി ചില ചോദ്യങ്ങൾ ഭഗവാനോട് ചോദിക്കുകയാണ്. മധുസൂദന, പ്രണയം മൂലം ഞാൻ എൻ്റെ ദുഃഖം നിന്നോട് പറയുന്നു. ഇവിടെ പ്രണയം എന്നതുകൊണ്ട് അത്രയും ഇഷ്ടം എന്നാണ് അർത്ഥം. ദിവ്യമാനുഷ ഭൂതങ്ങൾക്കൊക്കെ നീ നാഥനാണല്ലോ. ആ നിലയ്ക്ക് എളിയ ഈ ഞാൻ ഭവാനോട്, സർവജീവികളുടെയും നാഥനോട് എൻ്റെ സങ്കടം പറയുന്നു. ഹേ കൃഷ്ണ, പാർത്ഥന്മാരുടെ പത്നിയായ ഞാൻ, കൃഷ്ണസഖിയായ ഞാൻ, ധൃഷ്ടദ്യുമ്നന്റെ സഹോദരിയായ ഞാൻ, ആ സഭയിൽ ഇമ്മാതിരി വലിച്ചിഴയ്ക്കപ്പെടാവുന്നവളാണോ കൃഷ്ണ? തീണ്ടാരിയായി വിറച്ചുമേവുന്ന ഞാൻ, ദേഹത്തിൽ ചോര പുരണ്ടവളായ ഞാൻ, ഒറ്റ വസ്ത്രത്തോടെ സഭയിലേക്ക് വലിച്ചിഴയ്ക്കപ്പെട്ടു. കഷ്ടം! തീണ്ടാരിച്ചോരയാർന്ന എന്നെ രാജമധ്യത്തിൽ നിറഞ്ഞ സദസ്സിൽ ആ സഭയിൽ കണ്ടിട്ട് ദുഷ്ടരായ ധാർത്തരാഷ്ട്രന്മാർ കൈകൊട്ടിച്ചിരിച്ചു. ഈ എന്നെ ദാസിയായി വെക്കുവാൻ മധുസൂദന അവർ ആഗ്രഹിച്ചു. ഈ പാണ്ഡവന്മാർ ജീവനോടുകൂടി ഇരിക്കെ, ഈ പാഞ്ചാലന്മാർ ജീവിച്ചിരിക്കെ, ഈ വൃഷ്ണീന്ദ്രന്മാർ ജീവിച്ചിരിക്കെ, ധർമ്മത്താൽ ഭീഷ്മർക്കും ധൃതരാഷ്ട്രർക്കും മരുമകളായിരിക്കുന്ന ഈ എന്നെ ബലാത്കാരമായി അവർ ദാസിയാക്കി. ഞാൻ പഴിക്കുന്നത് പാണ്ഡവരെ തന്നെയാണ്. ധർമ്മപത്നിയെ അന്യൻ ധർഷിക്കുന്നത് അവർ നോക്കി നിന്നില്ലേ കൃഷ്ണ? ഭീമൻ വലിയ കയ്യൂക്കുള്ളവനാണെന്ന് പറയുന്നു. എന്ത് കാര്യം? എന്തിന് കൊള്ളും? മോശം. പാർത്ഥന്റെ ഗാണ്ഡീവവും മോശം തന്നെ. ക്ഷുദ്രരായ കൗരവർ എന്നിൽ ചെയ്ത കുറ്റം ഇവർ പൊറുത്തു മാധവ. സജ്ജനസേവിതമായ ശാശ്വത മാർഗം ഇതാണോ? ദുർബലരായ സാധാരണക്കാരായ ഭർത്താക്കന്മാർ പോലും അവരുടെ ഭാര്യമാരെ സംരക്ഷിക്കും. കാരണം ഭാര്യയെ രക്ഷിച്ചാൽ മക്കൾക്ക് രക്ഷയാണ്. ഭാര്യ അമ്മയ്ക്ക് തുല്യയാകുന്നത് എങ്ങനെ എന്ന് ഇവിടെ ദ്രൗപദി പറയുകയാണ്. ഭാര്യയിൽ സ്വന്തം ആത്മാവിനെ ജനിപ്പിക്കുന്നത് കൊണ്ടാണല്ലോ അവൾ ജായയായത്. അതായത് ഒരു ഭർത്താവിന്റെ ബീജത്തെ വഹിക്കുക എന്ന് വെച്ചാൽ അത് ഭർത്താവിനെ വഹിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഭർത്താവ് സ്വന്തം ഉദരത്തിൽ ജന്മമെടുക്കുന്നത് കൊണ്ട് ഭാര്യ തിരിച്ച് അവനെയും മകനെപ്പോലെ സംരക്ഷിക്കണം. അതേസമയം തനിക്ക് വീണ്ടും ഒരു ജന്മം തരുന്നവൾ എന്ന രീതിയിൽ അമ്മയെപ്പോലെ ഭർത്താവ് ഭാര്യയെയും സംരക്ഷിക്കണം. അങ്ങനെ നോക്കുമ്പോൾ പാണ്ഡവന്മാർ അവരെ ശരണം പ്രാപിച്ച എല്ലാവരെയും രക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ടും അവരുടെ മക്കളെ പ്രസവിച്ച എന്നെ കാത്തില്ലല്ലോ കൃഷ്ണ. വില്ലാളി വീരന്മാരായ ഇവർ വൈരവീരന്മാർക്ക് അജയ്യന്മാരാണ്. എന്തിന് ഇവരിങ്ങനെ ധാർത്തരാഷ്ട്രന്മാരെ സഹിച്ച് ജീവിക്കുന്നു? അതും ഇവരുടെ അത്ര പോലും ശക്തിയില്ല അവർക്ക്. കള്ളത്തരത്തിൽ പാണ്ഡവന്മാരുടെ നാട് നഷ്ടപ്പെട്ടു. എല്ലാവർക്കും ദാസ്യവും കൊടുത്തു. തീണ്ടാരിയായി ഒറ്റ വസ്ത്രമുടുത്തിരിക്കുന്ന എന്നെ ബലമായി പിടിച്ചു വലിച്ച് സഭയിലും കയറ്റി. ഇങ്ങനെയൊക്കെ ഈ ധിക്കാരം ചെയ്ത ദുര്യോധനൻ ഒരു മുഹൂർത്തം അവിടെ ജീവിച്ചിരിക്കുമ്പോൾ എനിക്കിവരുടെ വീര്യത്തെ പ്രശംസിക്കാൻ കഴിയില്ല കൃഷ്ണ. നിങ്ങളൊക്കെ പരസ്പരം ഇപ്പോൾ പ്രശംസിക്കുന്നു. എനിക്കിത് കേട്ട് സഹിക്കുന്നില്ല. സ്വന്തം ഭാര്യയെ സംരക്ഷിക്കാൻ കഴിയാത്ത ഇവരുടെ ഈ വീര്യത്തിന് എന്ത് പ്രസക്തിയാണ് കൃഷ്ണ ഉള്ളത് എന്ന് തുടങ്ങിയതാണ് ഈ ദുര്യോധനന്റെ ധിക്കാരങ്ങൾ. ഇതിനൊരറുതി വരുത്തുവാൻ ഈ മഹാവീരന്മാർക്ക് കഴിഞ്ഞുവോ? പിന്നീട് ദ്രൗപദി ദുര്യോധനൻ ഇവരോട് ചെയ്ത എല്ലാ ദുഷ്ടത്തരങ്ങളും എണ്ണി എണ്ണി പറയുകയാണ്. അവസാനം തന്നെ ആ സ്വയംവരത്തിൽ നേടിയതിനെ കുറിച്ചും ദ്രൗപദി പറയുന്നു. സത്യത്തിൽ അവിടെ വന്നു ചേർന്ന രാജാക്കന്മാരെ പോരിൽ തോൽപ്പിച്ച് മറ്റാർക്കും സാധിക്കാത്ത രീതിയിലാണ് അർജുനൻ എന്നെ നേടിയത്. പക്ഷേ അങ്ങനെയുള്ള ഞാൻ ഇപ്പോൾ വളരെ ക്ലേശങ്ങൾ അനുഭവിച്ച് ദുഃഖത്തോടെ അമ്മയെ കൂടാതെ
ഈ ധൗമ്യന്റെ പിന്നിലായിട്ട്, ധൗമ്യമഹർഷിയുടെ പിന്നിലായി ജീവിക്കാറായല്ലോ. സിംഹവീര്യന്മാരും ശത്രുക്കളെക്കാളും ബലമുള്ളവരുമാണ് ഇവർ. എന്നിട്ടും ആഹീനന്മാർ ചെയ്ത കഷ്ടപ്പാടുകൾ എന്തിനാണ് നമ്മൾ ഇങ്ങനെ സഹിക്കുന്നത്? ഇപ്രകാരമുള്ള ദുഃഖങ്ങൾ ദുർബലന്മാരും ദുർമാർഗികളുമായ ആ പാപികൾ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇവിടെ കിടന്ന് നീറുകയാണ്. ദിവ്യകർമ്മം കൊണ്ട് നല്ല വംശത്തിൽ പിറന്ന ഞാൻ, പാണ്ഡവന്മാരുടെ ധർമ്മപത്നിയായ ഞാൻ, മാന്യനായ പാണ്ഡുവിന്റെ മരുമകളായ ഞാൻ, ഹേ കൃഷ്ണ, തലമുടി ചുറ്റിപ്പിടിച്ച് സഭയിൽ വലിച്ചിഴയ്ക്കപ്പെട്ടു. എന്റെ ഭർത്താക്കന്മാരുടെ മുന്നിൽ വെച്ച് അവരെന്നെ അപമാനിച്ചു കൃഷ്ണ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൈകൾ കൊണ്ട് മുഖം പൊത്തി വിമ്മി വിമ്മി കരയുകയാണ് ദ്രൗപദി. മാത്രമല്ല ദ്രൗപദി പറയുകയാണ്, എനിക്ക് ഭർത്താക്കന്മാരുമില്ല, മക്കളുമില്ല, ബന്ധുക്കളുമില്ല, സോദരന്മാരുമില്ല, കൃഷ്ണ നീയുമില്ല എനിക്ക്. കർണൻ ദുഷിച്ചു പറഞ്ഞ വാക്കുകൾ ഓർക്കുമ്പോൾ എന്റെ സങ്കടം ഒതുങ്ങുന്നില്ല. കൃഷ്ണ നീ എന്നെ സഹായിക്കേണ്ടതല്ലേ? 4 കാരണങ്ങൾ ചിന്തിക്കുമ്പോൾ നീ എന്നെ കാക്കേണ്ടതല്ലേ കൃഷ്ണ? ബന്ധം കൊണ്ടും ബഹുമാനം കൊണ്ടും സ്നേഹം കൊണ്ടും നീ എൻ്റെ പ്രഭുവായതുകൊണ്ടും. പക്ഷെ നീയും എന്നെ കൈവിടിഞ്ഞില്ലേ കൃഷ്ണ? ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ദ്രൗപദി പോലും അറിഞ്ഞിട്ടില്ല വസ്ത്രരൂപത്തിൽ ദ്രൗപദിയെ സഹായിച്ചത് ഭഗവാനാണെന്ന്. അപ്പോൾ ഈ ഒരു വ്യാഖ്യാനം നമുക്ക് തന്നത് വ്യാസഭഗവാനാണ്. വേറെ ആരും ഈ സത്യം അറിഞ്ഞിട്ടില്ല. ഭഗവാനും അത് വെളിപ്പെടുത്തിയതും ഇല്ല. ഇങ്ങനെയൊക്കെ ദ്രൗപദി കരയുമ്പോൾ ഭഗവാൻ എന്തു പറയാനാണ്? എങ്കിലും ഭഗവാൻ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്, ദ്രൗപദി, ഇങ്ങനെ കേഴുന്ന നിന്റെ കോപത്തിന് പാത്രമായവരുടെ ഭാര്യമാർ അർജുനാസ്ത്രങ്ങൾ ദേഹത്തിലൊക്കെ കയറി ചോരയണിഞ്ഞ് നിലത്ത് ചത്തുവീണ കാന്തരെ കണ്ട് നിശ്ചയമായും കേഴും. ഭദ്രേ, നീ വ്യസനിക്കേണ്ട. പാണ്ഡുപുത്രന്മാർക്ക് വേണ്ടതൊക്കെ ഞാൻ നടത്തിക്കൊള്ളാം. ഞാൻ സത്യം ചെയ്യുന്നു, നീ രാജപത്നിയായി നിശ്ചയമായും വിളങ്ങും. ആകാശം ഇടിഞ്ഞു വീണേക്കാം, ഭൂമി തകർന്നേക്കാം, പക്ഷേ കൃഷ്ണേ, ഞാൻ പറഞ്ഞ വാക്ക് പിഴക്കുകയില്ല. ഇപ്രകാരം കൃഷ്ണൻ പറഞ്ഞ ഉത്തരം കേട്ട് ദ്രൗപദി തൻ്റെ മധ്യമകാന്തനായ അർജുനനെ നോക്കി. അപ്പോൾ അർജുനൻ പാഞ്ചാലിയോട് പറയുകയാണ്, കരയേണ്ട ദ്രൗപദി, മധുസൂദനൻ പറഞ്ഞത് നിശ്ചയമായും സംഭവിക്കും, അതിലൊട്ടും തെറ്റുപറ്റുകയില്ല. ഇങ്ങനെ ഇവരൊക്കെ പറഞ്ഞപ്പോൾ ധൃഷ്ടദ്യുമ്നൻ പറഞ്ഞു, ഞാൻ ദ്രോണരെ കൊല്ലും, ശിഖണ്ഡി ഭീഷ്മരെ കൊല്ലും, ഭീമൻ ദുര്യോധനനെ കൊല്ലും, അർജുനൻ കർണനെയും കൊല്ലും. രാമകൃഷ്ണന്മാരുടെ സഹായത്താൽ നാം അജയ്യരായി ഭവിക്കും. നമ്മെ പിന്നെ യുദ്ധത്തിൽ ജയിക്കുവാൻ ഇന്ദ്രന് പോലും കഴിയുകയില്ല. പിന്നെയുണ്ടോ ഈ ധൃതരാഷ്ട്രപുത്രന്മാർക്ക് കഴിയുന്നു? ഇപ്രകാരം ധൃഷ്ടദ്യുമ്നൻ പറഞ്ഞപ്പോൾ രാജാക്കന്മാരെല്ലാം കൃഷ്ണനെ നോക്കി. ഈ സമയത്ത് ഭഗവാൻ പറയുകയാണ്, ഞാൻ ദ്വാരകയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ കഷ്ടപ്പാടുകളൊന്നും നിങ്ങൾക്ക് സംഭവിക്കുകയില്ലായിരുന്നു. ധൃതരാഷ്ട്രരും ദുര്യോധനനും ക്ഷണിച്ചില്ലെങ്കിലും ഞാൻ ചൂതിന്റെ സന്ദർഭത്തിൽ എത്തുമായിരുന്നു. അതിലെ ദോഷങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് ഞാൻ ചൂത് തടുക്കുമായിരുന്നു. ഒരു പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അവരിതുമായി മുന്നോട്ടു പോകാൻ തുനിഞ്ഞാൽ സഭാവാസി സമൂഹത്തെ മുഴുവൻ ആ ചൂതുകളിക്കാരോടൊപ്പം ഒന്നിനെയും ബാക്കി വെക്കാതെ ഞാൻ കൊന്നൊടുക്കിയനെ. യുധിഷ്ഠിര, ഞാൻ ആ ദുർഘടഘട്ടങ്ങളിൽ അടുത്തുണ്ടായില്ല. അതാണ് അങ്ങ് ചൂതിൽ ഇപ്രകാരം നശിക്കുവാൻ കാരണം. ഞാൻ തിരിച്ച് ദ്വാരകയിൽ എത്തിയപ്പോഴാണ് നിങ്ങൾക്ക് സംഭവിച്ച ഈ ദുരന്തം സാത്യകി പറഞ്ഞറിഞ്ഞത്. അതറിഞ്ഞു കേട്ടയുടനെ ഞങ്ങൾ ഇങ്ങോട്ട് പുറപ്പെട്ടു. എന്തായാലും എല്ലാവരും കഷ്ടത്തിലായി. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, അപ്പോൾ കൃഷ്ണ, അങ്ങ് എവിടെയായിരുന്നു? അങ്ങ് രാജ്യത്തിന് പുറത്തായിരുന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? അങ്ങ് എവിടേക്കാണ് പോയത്? അപ്പോൾ ഭഗവാൻ പറയുകയാണ്, ഞാൻ രാജസൂയ യാഗത്തിൽ വെച്ച് ശിശുപാലനെ കൊന്ന ആ കഥ
എല്ലായിടത്തും പ്രസിദ്ധമായി. അപ്പോൾ ആ ശിശുപാലന്റെ സഹോദരൻ ശാൽവൻ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് നേരെ ദ്വാരകയിലേക്ക് വന്നു. അതേസമയം ഞാൻ അവിടെ എത്തിയിരുന്നില്ല. എന്നാൽ എന്നെ അവിടെ കാണാതെ ആ ശിശുപാലന്റെ സഹോദരനായ ശാൽവൻ ദ്വാരകാപുരിയെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ രാജസൂയ യാഗം കഴിഞ്ഞ് അവിടെ എത്തിയ ഞാൻ നശിച്ചു കിടക്കുന്ന ദ്വാരക കണ്ട് അവരോട് കാര്യം അന്വേഷിച്ചപ്പോഴാണ് ഈ സൗഭൻ അഥവാ ശാൽവനാണ് ഇതെല്ലാം ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ ദ്വാരക കടലിന്റെ നടുവിലായിട്ടാണ്. ഈ ശാൽവൻ അവന് പ്രത്യേകമായി കിട്ടിയ ഒരു അനുഗ്രഹമാണ് ഒരു വലിയ പുരം, ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ പുരം, സൗഭം എന്നാണ് അതിൻ്റെ പേര്. അതിനുള്ളിൽ പുരവുമാണ് വിമാനവുമാണ്. അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് ആ കടലിന്റെ മുകളിലായിട്ട് ആകാശത്ത് അങ്ങനെ നിൽക്കുകയായിരുന്നു ഈ സൗഭൻ. ഈ സമയത്താണ് ഭഗവാൻ അവിടെ എത്തിയത്. ഞാൻ അവിടെ എത്തിയ സമയത്ത് കടലിന്റെ നടുവിലുള്ള ഒരു ദ്വീപിൽ അവൻ നിൽക്കുന്നതായി കണ്ടു. ആകാശത്ത് അവൻ അങ്ങനെ നിൽക്കുന്നതായി ഞാൻ കണ്ടപ്പോൾ ജലത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച പാഞ്ചജന്യം എന്നു പേരായ എന്റെ ശംഖ് വിളിച്ച് അവനെ പോരിന് വിളിച്ചു. അപ്പോൾ ഞാനും അനേകം ദാനവന്മാരുമായി കടുത്ത യുദ്ധമുണ്ടായി. അങ്ങനെ എന്റെ സുദർശന ചക്രം ഉപയോഗിച്ച് അവന്റെ ആ പുരത്തെയും അവനെയും ഞാൻ കൊന്നുവീഴ്ത്തി. ഈ യുദ്ധം കാരണമാണ് ഇവിടെ ചൂത് നടക്കുമ്പോൾ ഞാൻ എത്താതിരുന്നത്. ഹസ്തിനാപുരത്തിൽ വെച്ച് നടന്ന അന്യായമായ ആ ദ്യൂതം കേട്ടറിഞ്ഞ് ദുഃഖത്തിൽ പെട്ടുഴലുന്ന നിങ്ങളെ കാണുവാൻ ഞാൻ ക്ഷണത്തിൽ ഇങ്ങോട്ട് പോന്നു. സത്യത്തിൽ ഞാൻ ദ്വാരകയിൽ ഇല്ലാതിരുന്നതാണ് നിങ്ങളുടെ ഈ ദുഃഖത്തിന് കാരണം. എന്നാൽ ഇത്തരത്തിലുള്ള ഭഗവാന്റെ വാക്കുകളെ ഒരു സാധാരണ മനുഷ്യന്റെ രീതിയിലുള്ള വാക്കുകളായി എടുത്താൽ മതി. കാരണം ഇത് ഏതൊരു സുഹൃത്തും പറയുന്ന ആശ്വാസവാക്കുകളാണ്. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ഥലത്തില്ലാത്ത സമയത്താണ് അത് സംഭവിച്ചതെങ്കിൽ തിരിച്ചു വന്ന് നമ്മൾ ആരും പറയുന്ന ഒരു വർത്തമാനമാണ് ഇത്. ഇതുപോലെ ഒരു മനുഷ്യരൂപത്തിലിരിക്കുന്ന കൃഷ്ണൻ പറഞ്ഞ വാക്കുകളാണിത്. അല്ലാതെ നോക്കിയാൽ ഈ നടന്ന ചൂതും പാണ്ഡവന്മാർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളതും സർവജ്ഞനായ ഭഗവാന് അറിയാത്തതല്ല. എന്തായാലും യുധിഷ്ഠിരനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് ഭഗവാൻ പാണ്ഡവന്മാരെ അഭിവാദ്യം ചെയ്ത് പിന്മടങ്ങാൻ ഒരുങ്ങി. അതേസമയം ഭഗവാൻ സുഭദ്രയെയും അഭിമന്യുവിനെയും കൂട്ടിയിട്ടാണ് വന്നത്. അവരെയും തിരിച്ച് രഥത്തിൽ കയറ്റി ദ്വാരകയിലേക്ക് തന്നെ തിരിച്ചുപോയി. അതേസമയം ഈ വനവാസത്തിന് വരുമ്പോൾ ഇവരുടെ മക്കളും കൂടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. കാരണം ഇപ്പോഴാണ് ധൃഷ്ടദ്യുമ്നൻ ദ്രൗപദിയുടെ മക്കളെ തൻ്റെ നഗരത്തിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നേരം ഈ മക്കളും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇതൊന്നും ആദ്യം പറഞ്ഞിട്ടില്ല. എന്തായാലും ഇങ്ങനെ എല്ലാവരും പോയ സമയത്ത് ആ മഹാത്മാക്കളെ ചുറ്റി ഇവരെ വിട്ടുപോകാൻ ശക്തരാകാത്ത ഒരു സംഘം അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. അവരെയെല്ലാം വേണ്ട വിധം ബഹുമാനിച്ച് പാണ്ഡവർ വീണ്ടും ഒരു രഥം തയ്യാറാക്കി ഉൾവനത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. യുധിഷ്ഠിരൻ സഹോദരന്മാരോട് പറഞ്ഞു, നമുക്ക് വിജനമായ കാനനത്തിൽ 12 വർഷം വസിക്കണം. മൃഗങ്ങളും പക്ഷികളും അധിവസിക്കുന്ന കാട് നോക്കി കണ്ടുപിടിക്കുവിൻ. അവിടെ സുന്ദരമായിട്ട് നമുക്ക് സുഖമായിട്ട് വസിക്കാൻ സാധിക്കണം. ഇങ്ങനെ യുധിഷ്ഠിരൻ പറഞ്ഞപ്പോൾ അർജുനൻ പറഞ്ഞു, ഭവാൻ എവിടെ തീർച്ചപ്പെടുത്തുന്നുവോ അവിടെ പാർക്കാം. ഇതാ ദ്വൈതവനം കാണുന്നു. പുണ്യമായ സരോജലത്താലും പൂവും കായും സുലഭമായി മനോഹരമായി കാണുന്നു. എല്ലാവിധ മൃഗങ്ങളും ഇവിടെ വേണ്ടുവോളമുണ്ട്. 12 വർഷം ഇവിടെ സുഖമായി പാർക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങേക്കും ബോധ്യമാണെങ്കിൽ അതാകാം. അതല്ല എങ്കിൽ നമുക്ക് വീണ്ടും മുന്നോട്ടു പോയി വേറെ വനം കണ്ടുപിടിക്കാം. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, അല്ല അർജുന, നീ പറഞ്ഞത് എനിക്കും സമ്മതം തന്നെയാണ്. പ്രസിദ്ധമായ ആ ദ്വൈതവന തടാകത്തിലേക്ക് നാം പോവുക. ഇങ്ങനെ ധർമ്മചാരികളായ പാണ്ഡവന്മാർ പുറപ്പെട്ടു. അവിടെയും അനേകം ബ്രാഹ്മണരും താപസന്മാരും ഇവരെ പിന്തുടർന്നു. ഇവർക്ക് എല്ലാവിധ ആശിസ്സുകളും
അനുഗ്രഹാശിസ്സുകൾ നൽകിക്കൊണ്ട് ഇവർക്ക് എല്ലാ വിധത്തിലുള്ള ഒരു സത്സംഗം അവിടെയും ലഭിച്ചു എന്നാണ് പറയുന്നത്. മഹാ